ഒരു കൊലക്കേസോ കവർച്ചാ കേസോ ഉണ്ടായാൽ പ്രതിയെ അതിവേഗത്തിൽ പിടികൂടാൻ വിദഗ്ധരാണ് കേരള പോലീസ്. എന്നാൽ അത് പോലീസ് തന്നെ മനസ്സ് വെക്കണം. മലപ്പുറം പെരിന്തൽമണ്ണയിലെ കവർച്ചാ കേസിൽ മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞു. കവർച്ചാ സംഘം പോലീസിനോട് കള്ളം പറഞ്ഞ് പിടിച്ചു നിന്നത് 5.5 മണിക്കൂറാണ്. കറങ്ങാൻ ഇറങ്ങിയതാണെന്നും പെരുമ്പാവൂരിലേക്ക് പോകുന്നെന്നുമായിരുന്നു പ്രതികൾ ആദ്യം പറഞ്ഞത്. എന്നാൽ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തതോടെ അവർക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നു. ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ 4 പേർ കൂടി ഇനി പിടിയിലാകാനുണ്ട്. നഷ്ടപ്പെട്ട സ്വർണവും കണ്ടെത്താനായിട്ടില്ല. പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളായ സഹോദരങ്ങളെ കാറിടിച്ചു വീഴ്ത്തി കുരുമുളക് സ്പ്രേ അടിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിൽ 4 പേരെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ വരന്തരപ്പള്ളി സ്വദേശി മണിയൻ എന്ന സജിത് കുമാർ, കണ്ണൂർ പാട്യം സ്വദേശികളായ നിഖിൽ രാജ്, പ്രബിൻ, കോക്കൂർ എടവള്ളി നിഖിൽ എന്നിവരാണ് അറസ്റ്റിലായത്. കസ്റ്റഡിയിലെടുത്ത ശേഷം 5.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ ആണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത്. പെരിന്തൽമണ്ണയിൽ നിന്ന് കവർച്ച നടത്തി ഷൊർണൂർ വഴി തൃശൂരിൽ എത്തിയ സംഘത്തെ കിഴക്കേക്കോട്ടയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. എത്ര ചോദ്യം ചെയ്തിട്ടും കുറ്റം സമ്മതിക്കാൻ ആദ്യം പ്രതികൾ തയ്യാറായില്ല. കറങ്ങാൻ പോയതാണ് എന്നും പെരുമ്പാവൂരിലേക്ക് സ്വകാര്യ യാത്ര പോകുകയാണ് എന്നും മാറ്റിപ്പറഞ്ഞ് 5.5 മണിക്കൂറോളം ഇവർ പിടിച്ചു നിന്നു. പ്രതികൾ താമസിച്ച ലോഡ്ജിലെ CCTV ദൃശ്യമടക്കം പരിശോധിച്ച് സംഘാംഗങ്ങൾ തന്നെയാണ് എന്ന് ഉറപ്പിച്ചപ്പോഴേക്കും പുലർച്ചെ 5:30 ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത്. പെരിന്തൽമണ്ണ KM ജ്വല്ലറിയുടെ ഉടമസ്ഥരായ കിനാത്തിയിൽ യൂസഫ്, ഷാനവാസ് എന്നിവരെയാണ് കാറിലെത്തിയ 8-അംഗ സംഘം ആക്രമിച്ചത്. സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തിയ ശേഷം കണ്ണിൽ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ച സംഘം സ്വർണവുമായി കടക്കുകയായിരുന്നു. ഷൊർണൂരിൽ എത്തിയ ശേഷം സംഘം 2ആയി വേർപിരിഞ്ഞു. കാറിന്റെ നമ്പർ തിരിച്ചറിഞ്ഞ് പോലീസ് പിടികൂടാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കിയ പ്രതികൾ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ചു. എന്നാൽ ഈ സാധ്യത മുന്നിൽ കണ്ട പോലീസ് CCTV ദൃശ്യത്തിലുള്ളതിന് സമാനമായ എല്ലാ വാഹനങ്ങളും തടഞ്ഞ് പരിശോധന നടത്തുകയായിരുന്നു. സംഘത്തിലെ മറ്റു 4 പേർ ഷൊർണൂരിൽ എത്തിയപ്പോൾ സ്വർണവുമായി കാറിൽ നിന്ന് ഇറങ്ങിയെന്നാണ് പിടിയിലായവർ പോലീസിനോട് പറഞ്ഞത്. ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ.